പക്ഷെ വൈകുന്നേരമായപ്പം പറ്റില്ല എന്നായി. ഞാൻ മാനിക്കുന്നു. അദ്ദേഹം ചിലപ്പോൾ മറന്നുപോയതായിരിക്കും, അന്ന് വേറെ പരിപാടി വല്ലതും ഉണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്നെ വിളിച്ചു പറയാൻ ഞാൻ അങ്ങോട്ട് ഫോണിലല്ലേ വിളിച്ചു പറഞ്ഞേ. നമസ്കാരം. സുരേഷ് ഗോപിയുടെ കുടുംബക്ഷേത്രത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കാനായി ക്ഷണിച്ച RLV രാമകൃഷ്ണൻ ആ അവസരം നിഷേധിച്ച വിഷയത്തിൽ പ്രതികരണവുമായി സുരേഷ് ഗോപി രംഗത്ത്. കൊല്ലം ഭരണിക്കാവ് ക്ഷേത്രത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കാനാണ് സുരേഷ് ഗോപി RLV രാമകൃഷ്ണനെ ക്ഷണിച്ചത്. 28-ാം തീയതി തന്റെ ക്ഷേത്രത്തിൽ നടക്കുന്ന ചെറുപ്പുത്സവത്തിന്റെ ഭാഗമായിട്ടാണ് RLV രാമകൃഷ്ണന്റെ മോഹിനിയാട്ടം നടത്താൻ സാധിക്കുമോ എന്ന് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടത്. ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് രാമകൃഷ്ണനുമായി സുരേഷ് ഗോപി ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ അതേ ദിവസം മറ്റൊരു പരിപാടി ഉള്ളതുകൊണ്ട് തനിക്ക് പ്രോഗ്രാം അവതരിപ്പിക്കാൻ കഴിയില്ല എന്ന് രാമകൃഷ്ണൻ പറഞ്ഞു. RLV രാമകൃഷ്ണന്റെ ഈ നടപടി വീണ്ടും വിവാദങ്ങൾക്ക് വഴിവെച്ചു. സുരേഷ് ഗോപിയുടെ ആവശ്യം നിരസിച്ചത് രാഷ്ട്രീയ ലാക്കോടെയാണെന്നായിരുന്നു രാമകൃഷ്ണന് നേരെ ഉയർന്ന ആരോപണം. അതേസമയം സുരേഷ് ഗോപിയെ അപമാനിക്കാൻ താൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല എന്ന് നർത്തകൻ RLV രാമകൃഷ്ണൻ പറഞ്ഞു. നിറത്തിന്റെ പേരിൽ തനിക്കുണ്ടായ അനുഭവത്തെ ആരും രാഷ്ട്രീയമായി കാണരുത് എന്നും ഈ വിഷയത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പിന്തുണ വിലമതിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ ആദ്യമായി പ്രതികരിക്കുകയാണ് ശ്രീമാൻ സുരേഷ് ഗോപി. ആദ്യം പരിപാടി അവതരിപ്പിക്കാൻ പൂർണ്ണ സമ്മതം അറിയിച്ച രാമകൃഷ്ണൻ വൈകുന്നേരത്തോടെ അത് മാറ്റി പറയുകയായിരുന്നു. ഒരുപക്ഷെ മുൻകൂർ ഏറ്റിരുന്ന പരിപാടിയെപ്പറ്റി അദ്ദേഹം പിന്നീടാവും ഓർത്തിട്ടുണ്ടാവുക. എന്നാൽ ആ കാര്യം തന്നെ വിളിച്ചു പറയുകയായിരുന്നു മര്യാദ, അല്ലാതെ മാധ്യമങ്ങളിലൂടെ ഈ വിഷയം വാർത്തയാക്കുകയായിരുന്നില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തി എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടിയോന്നൊക്കെ തനിക്ക് ഊഹിക്കാൻ കഴിയുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അടുത്തത് പിന്നെ ഒരു പാവം പിടിച്ച കലാകാരൻ, ആർക്കൊക്കെ കാശ് കൊടുത്താണ് അത് ചെയ്യിച്ചതെന്ന് എനിക്കറിയത്തില്ല. ചില പുറം പിശാചുക്കളാണ് ചേർന്ന് അദ്ദേഹത്തെ ഒരു കുടുക്കിൽപ്പെടുത്താൻ നോക്കിയത്. അത് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയതോടുകൂടി അതും മുങ്ങി. അദ്ദേഹം സത്യം വിളിച്ചു പറഞ്ഞു അല്ലേ? അദ്ദേഹത്തിന്റെ മക്കളിൽ മൂത്തയാളായിട്ട് തന്നെ കണ്ടു എന്നാണ് ഞാൻ ഇപ്പോൾ കരുതുന്നത്. മൂത്ത മകൻ ഞാനാണ് എന്ന് പറഞ്ഞ വിചാരം ഗോപിയാശാന് വന്നു എന്ന് തന്നെയാണ് ഞാൻ അതിനെ വിവർത്തനം ചെയ്തെടുക്കുന്നത്. അദ്ദേഹത്തിന് ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് കാലിൽ ശിരസ് തൊട്ട് നമിച്ചുകൊണ്ട് നന്ദി അറിയിക്കുന്നു. ആ വാർത്ത അങ്ങോട്ട് ചൂട് പിടിച്ചു വന്നപ്പോഴത്തേക്ക് അതിനെ കൊല്ലണം, അതിനാണ് പുതിയ കറുപ്പും വെളുപ്പുമായിട്ട് വന്നത്. ആരാണ് വന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പൊ ഊഹിച്ചെടുക്കാം. അപ്പൊ അവിടെയും ഞാൻ കൃത്യമായിട്ട് എൻ്റെ ജീവിതത്തിലുടനീളം ചെയ്തിട്ടുള്ള സാമൂഹിക പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ് അദ്ദേഹത്തിന് എൻ്റെ അമ്പലത്തിൽ ഒരു വേദി ഞാൻ ഒരുക്കിയത്, സമ്മതിച്ചതാണ്. പക്ഷെ വൈകുന്നേരമായപ്പം പറ്റില്ല എന്നായി. ഞാൻ മാനിക്കുന്നു. അദ്ദേഹം ചിലപ്പോൾ മറന്നുപോയതായിരിക്കും, അന്ന് വേറെ പരിപാടി വല്ലതും ഉണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്നെ വിളിച്ചു പറയാൻ ഞാൻ അങ്ങോട്ട് ഫോണിലല്ലേ വിളിച്ചു പറഞ്ഞേ. എന്നെ വിളിച്ചു പറയാൻ, ചേട്ടാ അന്ന് പറ്റില്ല, വേറൊരു ദിവസം ഉണ്ട് ഉത്സവത്തിന് മുമ്പ്, ഞാൻ ആ ദിവസം കൊടുക്കാം. അപ്പൊ ഇങ്ങനെ പൊളിയാൻ വേണ്ടി മാത്രം മുളച്ചുകൊണ്ടിരിക്കുന്ന വിഷവിത്തുക്കളാണ് എതിർ സ്ഥാനത്ത് പ്രധാനമായിട്ടും ഉള്ളത്. അവരെ എന്തിനു നമ്മൾ കരുതണം? അവരെ എന്തിനു നമ്മൾ കാണണം, കേൾക്കണം? അവരെ എന്തിനു നമ്മൾ ഭയക്കണം? കാണുന്നേയില്ല. ഞാൻ തൃശ്ശൂരിൽ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയായി നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ ഞാൻ നിങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ, ജനങ്ങളെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ, സമ്മതിദായകരെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ, അവരുടെ ഭാവി തലമുറകളെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ആ തലമുറകൾക്ക് വേണ്ടി, ഇനി ജനിക്കാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി തൃശ്ശൂരിനെ ഏത് ലെവലിലേക്ക് കൊണ്ടുവരണമെന്ന് പറയുന്ന ഒരു ഇച്ഛ മാത്രമേ എനിക്കുള്ളൂ. ആ ഇച്ഛയുടെ എത്ര ശതമാനം എനിക്ക് സാധിച്ചെടുക്കാൻ കഴിയും എന്ന് പറയുന്നതിന് എന്റെ ജീവിതത്തിന്റെ ഏറിയ പങ്കും, ശേഷിച്ച ജീവിതത്തിന്റെ ഏറിയ പങ്കും ഒഴിഞ്ഞു വെക്കാൻ വേണ്ടി തയ്യാറെടുത്താണ് വന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞ 5 വർഷം സാധിച്ചോ? ഞാൻ പേര് പറഞ്ഞിട്ടില്ല.
ഞാൻ ആ പേരിന് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി നിങ്ങളെ വഞ്ചിച്ച ആ രാഷ്ട്രീയ കക്ഷിയുടെ പേരും ഞാൻ പറയുന്നില്ല. ആള് മാറിയത് കൊണ്ടൊന്നും കാര്യമില്ല. കാര്യമുണ്ടോ? അതുപോലെ തന്നെ അതിനു മുമ്പും മറ്റൊരു കക്ഷിയുടെ ജനപ്രതിനിധി പോയി. തൃശ്ശൂരിൽ നിങ്ങൾ കണ്ട സ്വപ്നങ്ങളിലെ കാഴ്ചകൾ യാഥാർത്ഥ്യമായി വന്നു. ഇന്ന് നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ടോ? 1000 സ്വപ്നങ്ങളുണ്ടെങ്കിൽ ഒരു 10 സാധിച്ചു തരാൻ എനിക്ക് സാധിച്ചാൽ നിങ്ങൾ എന്നെ ഇനി ജന്മം കൈവിടില്ല എന്ന് പറയുന്ന ആത്മവിശ്വാസമാണ് എൻ്റെ പ്രധാനപ്പെട്ട ആത്മവിശ്വാസം. അതിലേക്കാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അപേക്ഷയുമായി വന്നു നിൽക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, നിരവധി രാഷ്ട്രീയ വിശ്വാസങ്ങൾ, ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ, ചായ്വുകൾ, ചേരുകൾ എല്ലാം ഉള്ളവരാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാം വോട്ട് ചെയ്യേണ്ടവരാണ്. ഇത്രയും കാലം അവരെല്ലാം ആർക്ക് വേണ്ടി വോട്ട് ചെയ്തു എന്നൊരു ആത്മപരിശോധന നടത്തണം. ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് വോട്ട് ചെയ്തത് എന്ന ആത്മപരിശോധന ഒരു മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ ചർച്ച ചെയ്യണം. ഇപ്പൊ നിങ്ങളോട് അപേക്ഷിക്കുന്നു, ഈ തെരഞ്ഞെടുപ്പിന് നിങ്ങൾ ആർക്ക് വേണ്ടിയും വോട്ട് ചെയ്യരുത്. നിങ്ങൾക്ക് വേണ്ടി മാത്രം വോട്ട് ചെയ്യണം. ഓരോരുത്തരും വിചാരിക്കണം, ഞാൻ എനിക്ക് വേണ്ടി എന്റെ വോട്ടാണ് ഞാൻ നിശ്ചയിച്ച് ചെയ്യുന്നത്. ഒരു അടിമത്തത്തിനും കീഴ്പ്പെടുന്ന ഒരു വോട്ടായിരിക്കില്ല എന്റേത് എന്ന് നിശ്ചയിച്ചാൽ താമര ചിഹ്നത്തിൽ ഗംഭീര ഭൂരിപക്ഷത്തിൽ ഞാൻ വിജയിക്കും. ആ അനുഗ്രഹം എനിക്ക് കൽപ്പിച്ച് തരണേ. പിന്നെ ഓരോ 5 വർഷവും ഞാൻ നിങ്ങളുടെ അടുത്ത് വരേണ്ടി വരില്ല. നിങ്ങൾ എന്നെ വീണ്ടും വീണ്ടും അവരോധിച്ചു കൊണ്ടിരിക്കുമെന്ന് പറയുന്ന ആത്മവിശ്വാസമാണ് എൻ്റെ പരമപ്രധാനമായ ആത്മവിശ്വാസം. അതിലേക്ക് ഞാൻ പ്രവർത്തിക്കും, വർത്തിക്കും. ഒരുപാട് സ്നേഹം, നന്ദി, നമസ്കാരം.